ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെയാണോ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തത്? യെസ്, ഞാനൊരു 6 ഇയേഴ്സ് ബ്രേക്ക് എടുത്തിട്ടാണ് കോഴ്സിന് ജോയിൻ ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രിക്ക് BBA ആയിരുന്നു. അത് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 വർഷത്തിന് ശേഷം 2 ആളായതിന് ശേഷം ഞാൻ ഇനിയും പഠിക്കണം, എന്തൊരു ജോലി വേണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ ഇൻ്റർവെല്ലിൽ ഇൻസ്റ്റാഗ്രാം വഴി ഇൻ്റർവെല്ലിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. ആസ് എ ടീച്ചർ ആവാനായിട്ട് എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉമ്മയും ആണെങ്കിലും ഉപ്പയാണെങ്കിലും എപ്പോഴും ടീച്ചറാവണം പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ BBA ഫീൽഡിലോട്ട് പോയത് കൊണ്ട് B.Ed ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ MTTC കോഴ്സ് ചൂസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഭയങ്കര അഭിമാനമുണ്ട്. പ്രൗഡ് മൊമെന്റ് ആണ്. ഇപ്പൊ എന്തൊരു ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട്, ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് എന്നുള്ളത് പറയാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. 2 മക്കളെയും വെച്ചുകൊണ്ട് എനിക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ പറയാണ്, ഇതുപോലെ പഠിച്ചിട്ട് എല്ലാവരും മുന്നോട്ട് വരിക. പിന്നെ ഇൻ്റർവെൽ ടീമിനോട് പ്രത്യേകമായിട്ട് നന്ദി പറയാനുണ്ട്. താങ്ക് യു സോ മച്ച് ഇൻ്റർവെൽ ടീം. അതേപോലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എസ്പെഷ്യലി നാസിയ മാം, സൈക്കോളജി എടുത്ത നാസിയ മാമിനെ വളരെയധികം ക്ലാസ് കഴിഞ്ഞപ്പോഴും അയ്യോ ക്ലാസ് കഴിഞ്ഞല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരാളായിരുന്നു ഞാൻ. പിന്നെ ദേവി മാം, സുസ്മിത മാം, അങ്ങനെ എല്ലാ മാമും ഒന്നിനൊന്നിന് ബെറ്ററായിരുന്നു എല്ലാ മാമും. പിന്നെ നമ്മുടെ പെസി മാം, CROs എല്ലാം അടിപൊളിയായിരുന്നു. അർച്ചന മാം നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ പറഞ്ഞല്ലോ, കുറേ പേര് ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ പെട്ടുപോയവരുണ്ടാവും. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറമാണ്, ഒരു 18 വയസ്സാകുമ്പോഴേക്കും പിടിച്ച് കല്യാണം കഴിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പ്രായത്തിൽ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഒരു ബ്ലാങ്ക് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അവരുടെ പാഷൻ എന്താണെന്നുള്ളത് ആദ്യം അവർ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് വരിക, വീട്ടിലിരിക്കാതെ മുന്നോട്ട് വരിക.